ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളൊരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. കുറേ നാളായി ഗസ്റ്റ് അങ്ങനെ ഡെയിലി ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അങ്ങനെ ഞാനൊരു 5 മണിയായപ്പോൾ എണീച്ച് വേഗം തന്നെ കുളിച്ച് റെഡിയായി. അപ്പോൾ ഈ ഒരു വെളുപ്പാങ്കാലത്ത് ഞാൻ എവിടെ പോകുകയാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. വേറെ അല്ല, അവിടെയല്ല, എൻ്റെ പാപ്പയുടെ കടയിൽ പോവുകയാണ്. അതേപോലെ തന്നെ മിന്നുടെ വീട് അവിടെയാണ് കേട്ടോ ഗൈസ്. ആ ഞാൻ അവിടെയും പോകുകയാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വണ്ടി ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടോ ഗൈസ്. ചായ കുടിക്കാന്ന് പറഞ്ഞാൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് 2 വടയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് കടയിലേക്കാണ് കേട്ടോ ഗൈസ്, വാപ്പാടെ കടയിലേക്ക്. അങ്ങനെ കടയിൽ ചെന്ന് വാപ്പാടെ ഒരു സൈഡിൽ ബിരിയാണി ഒക്കെ ഉണ്ടാക്കണ്ടായിരുന്നു. അപ്പോഴത്തേനും ഞാനും എൻ്റെ അനിയനും ഒരു സൈഡിൽ ഉറക്കം വന്നിട്ട് കിടന്ന് തൂങ്ങിയായിരുന്നു. കളസം നേരത്തെ എണീച്ചതല്ലേ. അപ്പോഴത്തേനും വാപ്പ ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നൊക്കെ വേഗം ചിക്കൻ പൊരിച്ചത് 2-3 എടുത്ത് കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഫോണിൽ കളിച്ചു. അത് കഴിയുമ്പോൾ എനിക്കും എൻ്റെ അനിയനും കുറച്ച് റീൽസൊക്കെ എടുക്കാനുണ്ടായി. അങ്ങനെ അതൊക്കെ എടുത്ത് ഞാൻ മിന്നുവിൻ്റെ വീട്ടിൽ പോയിട്ടോ ഗൈസ്. മിന്നുവിൻ്റെ അടുത്ത് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. അതൊരു സർപ്രൈസ് ആയിട്ട് ഞാൻ വന്നതാണ്. അവളുടെ അടുത്ത് പറഞ്ഞു ഞാൻ വീട്ടിലാണ്, നീ ഇപ്പോൾ എന്തെടുക്കണേക്കെ ചോദിച്ചിട്ട് ഞാൻ ബെല്ലടിച്ചിട്ട് ഞാൻ അവൾ ഒളിച്ച് നിന്നു. എന്നിട്ട് അവൾ ബാക്കിലേക്ക് തിരിഞ്ഞു പോയപ്പോൾ ഞാൻ കയറി അകത്തേക്ക് ഇരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ ഒരു സർപ്രൈസൊക്കെ കൊടുത്ത് കുറച്ച് നേരം TV കണ്ടപ്പോൾ തന്നെ സമയം നോക്കുമ്പോൾ 11:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഞാൻ എൻ്റെ യങ്ങർ സിസ്റ്റർ ആയിട്ടുള്ള അല്ലൂനെയൊക്കെ വിളിച്ച് കുറച്ച് നേരം സംസാരിച്ചു കേട്ടോ ഗൈസ്, വീഡിയോ കോൾ വിളിച്ചിട്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരുടെ ഒരു കുറച്ച് പ്ലാനൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് കോൾഡ് കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടാണ് കേട്ടോ ഗൈസ് പോകുന്നത്. അപ്പോൾ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഗൈസ് കട. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് കോൾഡ് കോഫിക്ക് വേണ്ട പാല് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വേണമായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. അതിൻ്റെ കൂടെ ലേസും വാങ്ങിച്ചിട്ടോ ഗൈസ്. അങ്ങനെ ലേസ് ഞാൻ വീട്ടിൽ വെച്ചപ്പോൾ തന്നെ കഴിച്ചു. പിന്നെ പാല് ചൂടാക്കി നമ്മുടെ കോൾഡ് കോഫിക്ക് വേണ്ടുള്ളത്. അങ്ങനെ കുറച്ച് നേരം TV ഒക്കെ കണ്ട് ഉച്ചക്കാലത്തെ ഫുഡ് കഴിച്ചു കേട്ടോ ഗൈസ്. ഉച്ചക്കാലത്തെ ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ചോറും ഇറച്ചിക്കറിയാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കോൾഡ് കോഫിയുടെ പണി തുടങ്ങി കേട്ടോ ഗൈസ്. വേറെ ഒന്നല്ല, അതിൻ്റെ ഒരു മിക്സ്ചർ ഉണ്ടാക്കണം. നമ്മുടെ പഞ്ചസാരയും കാപ്പിപ്പൊടിയും അതേപോലെ തന്നെ ചൂടുവെള്ളം ഒഴിച്ച് ഇങ്ങനെ ഇളക്കി നല്ലൊരു പദം മാതിരി ആക്കണം. അങ്ങനെ അതും സെറ്റാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ച് ഞങ്ങൾ വേഗം തന്നെ റെഡിയായി. നമ്മളെങ്ങടെ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ സുഡിയോയിലാണ് ഗൈസ്. അങ്ങനെ സുഡിയോയിൽ നടന്നിട്ട് ഗൈസ് പോകുന്നത്. കുറേ നടക്കാനുണ്ട്. കുറേ നടക്കാനുണ്ട്. കുറേ നടന്നിട്ട് എത്തുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെ വേഗം നടന്ന് ഓടിയാണ് കേട്ടോ ഗൈസ് സ്റ്റുഡിയോയിലെത്തിയത്. സ്റ്റുഡിയോയിലെത്തിയപ്പോൾ തന്നെ നല്ലൊരു കാറ്റൊക്കെ വന്ന് AC-യിലാണ്, നല്ല സുഖമുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. എനിക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുറച്ച് വാങ്ങിച്ച് ഞങ്ങളെല്ലാം ഒന്ന് ട്രയലൊക്കെ ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് റീൽസൊക്കെ അടച്ചെടുത്ത്. അങ്ങനെ പിന്നെ ഇവിടെ അത്യാവശ്യം വില കുറവുണ്ടോയെന്ന് വെച്ചാൽ കുഴപ്പമില്ല ഗൈസ്, അത്യാവശ്യം അടിപൊളി ഡിസൈൻസൊക്കെയാണ്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് സ്റ്റുഡിയോയിൽ ഇപ്പുറത്തൊരു കടയുണ്ട് ഗൈസ്, അവിൽ മിൽക്ക്. അങ്ങനെ ജ്യൂസിൻ്റെ കടയാണ്. അവിടെ നിന്ന് ഞങ്ങൾ അവിൽ മിൽക്കാണ് കേട്ടോ ഗൈസ് കഴിച്ചത്. അങ്ങനെ അവിൽ മിൽക്കിന് ഓർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ സാധനം വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു അവിൽ മിൽക്ക്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഗൈസ്. ഞാൻ അവിൽ മിൽക്കിന് ബിഗ് ഫാനാണ്. മിന്നും അതേപോലെ തന്നെ കുഞ്ഞും റിച്ചൊക്കെ ഓർഡർ ചെയ്തത് ഷാർജ ഷേക്കായിരുന്നു. അപ്പോഴത്തേനും എൻ്റെ വാപ്പയും എൻ്റെ അനിയനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ അവരും അവിൽ മിൽക്ക് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ ഗൈസ്. കാറിനാണ് പോയത്. വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ ഒരു പഴംപൊരി കഴിച്ചു. അതേപോലെ തന്നെ ഞങ്ങൾ കോൾഡ് കോഫി ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒഴിച്ച് ഞാൻ ഗ്ലാസ്സൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് പിന്നെ 2-3 ഐസൊക്കെ ഇട്ട് നേരെ പാലൊഴിച്ച് നല്ല രീതിയിൽ കുത്തിക്കലക്കി നമ്മുടെ കോൾഡ് കോഫി സെറ്റായിട്ടുണ്ട്. നല്ലൊരു അടിപൊളി കോൾഡ് കോഫിയാണ്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾ കുടിച്ചു കേട്ടോ ഗൈസ്. അത്യാവശ്യം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് TV ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ രാത്രിയിലത്തെ ഫുഡ് കഴിച്ചു കേട്ടോ ഗൈസ്. രാത്രിയും ചോറും ഇറച്ചിയും കറിയും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ കുറച്ച് നേരം സംസാരിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ പറഞ്ഞിട്ട് ടാറ്റാ ബൈ, സീ യു ഗൈസ്.